അതുകൊണ്ടാണ് മാസങ്ങളോളം കോട്ടയ്ക്കുള്ളിലെ ജനങ്ങൾ ജീവനോടെ തുടരാൻ കഴിഞ്ഞത്. ഈ ഒരു കിണറിന്റെ പേരാണ് സരസ്വതി സ്റ്റെപ്പ് വെൽ. അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ആ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ എത്തുന്നത് ആ കിണർ കഴിഞ്ഞിട്ട് നേരെ നമ്മളിപ്പോൾ വന്ന വഴിയിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കാണ് കോട്ടയുടെ ഏകദേശം ഒരു മധ്യഭാഗം എന്ന് പറയാം ആ വശത്തേക്ക് എത്തുന്നത്. എല്ലാം കരിങ്കല്ല് കൊണ്ടോ അല്ലെങ്കിൽ പാറ തുറന്ന് നിർമ്മിച്ച നിർമ്മിതി ആയതുകൊണ്ട് നൂറ്റാണ്ടുകൾ ഇത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എത്തിയ ഈ മധ്യഭാഗത്തിന് ആ നേരെ കാണുന്ന ഒരു മിനാരം കണ്ടില്ലേ, അതിനാണ് ചാന്ദ് മിനാർ എന്ന് പറയുന്നത്. ഈ രാജാക്കന്മാർ താമസിച്ചിരുന്ന മന്ദിരങ്ങൾ, ഈ ചാന്ദ് നമ്മളിപ്പോൾ പറഞ്ഞ ചാന്ദ് മിനാർ, മസ്ജിദുകൾ, ക്ഷേത്രങ്ങൾ എല്ലാം ഇവിടെ തന്നെയാണ്. ഈ കോട്ടയുടെ ഉള്ളിൽ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ, മുന്നിൽ വലിയൊരു തുറന്ന മൈതാനം പോലെയാണ്. ഒരിക്കൽ ഇവിടെയാണ് രാജകീയ ചടങ്ങുകൾ നടന്നിരുന്നത്. ആയിരക്കണക്കിന് സൈനികർ ഇവിടെ അണിനിരന്നു നിൽക്കും. രാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. മുഴുവൻ കോട്ടയിൽ മുഴങ്ങുന്ന ഒരു പടക്കോലാഹലം തന്നെയാണ്. എത്ര മനോഹരമായ കാഴ്ചയായിരിക്കും. ഇതാ കാണുന്ന ഒരു ചുമന്ന കളറുള്ള ആ ഒരു മിനാരമാണ് ചാന്ദ് മിനാർ. മുഴുവൻ കോട്ടയുടെ അഭിമാനമാണ് ഈ മിനാരം. ഏകദേശം 30 മീറ്റർ ഉയരമുള്ള ഈ ഒരു മനോഹരമായ മിനാരം. ചിലർ പറയും ദില്ലിയിലെ കുത്തബ് മിനാറിന് മാതൃകയാക്കി തന്നെയാണ് ഇത് പണിതതെന്ന്. പൂർണ്ണമായി ചുവന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. മുകളിൽ വരെ സ്പൈറൽ സ്റ്റെയർകേസ് ഉണ്ട്. ഇന്നത്തെ പോലെ വിസിറ്റേഴ്സ് കയറാൻ അനുവദിക്കുന്നില്ലെങ്കിലും ഒരിക്കൽ സൈനികർ മുകളിൽ നിന്ന് മുഴുവൻ പ്രദേശവും നിരീക്ഷിച്ചിരുന്നതാണ്. ഈ ചാന്ദ് മിനാർ കോട്ടയുടെ ശക്തിയുടെ പ്രതീകം മാത്രമല്ല, ഒരു ജയത്തിന്റെ ചിഹ്നം കൂടിയാണ്. ഒരു കാലത്ത് ഇവിടെ നിന്നാണ് അല്ലാഹു അക്ബർ മുഴങ്ങിയത്. ഇന്ന് ഇത് ചരിത്രത്തിന്റെ ഭാഗമായി മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കടന്നു വരുന്ന രാജകീയ മന്ദിരങ്ങൾ നിങ്ങൾ കണ്ടോ. മതിലുകളിൽ നിന്ന് മനോഹരമായ കൊത്തുപണികൾ, പാറയിൽ കൊത്തിക്കൂട്ടിയ തൂണുകൾ, ചെറുജനാലകൾ. രാജാവ് ഇവിടെ ഇരുന്ന് മന്ത്രിമാരുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നിരിക്കാം. ഒരു ഭാഗത്ത് രാജ്യമാരുടെ താമസ സ്ഥലം, വലിയ മുറികളും വലിയ വഴികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇടുങ്ങിയ പാതകളും. ഒരിക്കൽ ഇവിടെയുള്ള ജീവിതം എത്ര വലിയൊരു സംസ്കാരത്തിന്റെ തെളിവാണ്. ആണുങ്ങളുടെ ലോകത്തൊപ്പം സ്ത്രീകൾക്ക് ഇവിടെ ഒരു വലിയ പങ്കുണ്ടായിരുന്നു. ഇനി ഇതിനിടയിൽ നമുക്ക് മസ്ജിദ് കാണാം. ആ മസ്ജിദിന് ശേഷം ടെമ്പിൾ കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഇപ്പം നമ്മൾ കയറി വരുന്ന ആ പടവുകൾ കയറി വരുന്ന സ്ഥലമായിരുന്നു കണ്ട. ഒരു ജലസംഭരണി എത്ര മനോഹരമായിട്ടാണ് 800 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര പ്ലാൻഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഇത്രയും വർഷം ആയിട്ടും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. അതാണ് അന്നത്തെ ഒരു ആർക്കിടെക്ചർ ശൈലിയുടെയും അന്നത്തെ നിർമ്മാണ വൈഭവവും നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഇനി നേരെ കയറി ചെല്ലുന്നത് നമ്മൾ ആ മസ്ജിദിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. അത് കൂടാതെ തന്നെ അതിനുള്ളിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ടെമ്പിളും നിലകൊള്ളുന്നത്. ഓരോ ഭരണകർത്താക്കളും മാറി മാറി വന്നു കഴിഞ്ഞപ്പോൾ മസ്ജിദ് ടെമ്പിളായി, ടെമ്പിൾ മസ്ജിദായി, അങ്ങനെ ഓരോരോ കടമ്പകൾ കഴിഞ്ഞാണ് കോട്ടകൾ ഇപ്പോഴും നിലകൊള്ളുന്നത്. കോട്ടയ്ക്കുള്ളിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ദൗലതാബാദ് ഒരു മതേതര സംസ്കാരത്തിന്റെ ഒരു തെളിവായിരുന്നു എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടെ ഒരുമിച്ച് ജീവിച്ചതിന്റെ അടയാളങ്ങൾ ഇന്നും കാണാം. ഒരു വശത്തെ വിളക്കുകൾ തെളിയിച്ച ക്ഷേത്രം, മറ്റൊരു വശത്തെ പ്രാർത്ഥനയിൽ ഒഴുകിയ മുസ്ലിങ്ങൾ. അതാണ് ദൗലതാബാദിന്റെ യഥാർത്ഥ മുഖം.